ഒരു ഭാഗത്തിരിക്കുകയായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിത പ്രസ്ഥാനത്തെക്കുറിച്ച് എത്രയെത്ര പറഞ്ഞാലും തീരാത്ത അത്ര പാരമ്പര്യമുള്ള മഹിതമായ ഒരു ആധികാരിക പണ്ഡിത സഭയാണ്. മാത്രമല്ല, കേൾക്കുന്ന നമുക്ക് എത്രയെത്ര കേട്ടാലും മതിവരാത്തത്ര മാധുര്യവുമാണ് സമസ്തയുടെ ചരിത്രം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളിൽ ഏതൊരു നല്ല വിഷയത്തിനും അതിലൊരു എതിരാളി ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എല്ലാ ഓരോ പ്രവാചകന്മാർക്കും ഓരോ ഫിർഔനുണ്ട്. അപ്പൊ എന്റെ ഫിർഔൻ അബൂജഹലാണ് അല്ലേ? അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? അപ്പൊ സമസ്തയുടെ ആദ്യ കാലഘട്ടത്തിലെ ചരിത്രം മുതൽ സമസ്തക്കെതിരെ വഹാബികളും അല്ലാത്തവരുമായിട്ടുള്ള പല ആളുകൾ, ഒരുപാട് തരീഖത്തുകാർ, സമസ്തക്കകത്ത് തന്നെ സമസ്ത എടുത്ത ചില തീരുമാനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇറങ്ങിപ്പോവുകയും അവരാ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും അപ്പോൾ വീണ്ടും അവർ കണ്ടെത്തിയത് സമസ്ത പറഞ്ഞു തന്നെ കണ്ടെത്തിയപ്പോൾ സംഘടന പിരിച്ചുവിട്ടതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു മഹിതമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ശത്രുക്കൾ എത്രയുണ്ടായിരുന്നാലും മഹാരഥന്മാരായ പണ്ഡിതന്മാർ സതുദ്ദേശത്തോടു കൂടി പണിത ഈ പ്രസ്ഥാനം ആരെത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും എത്ര ആളുകൾ ബദലായി വന്നാലും യാതൊരു കോട്ടവും തട്ടാതെ, പല കോട്ടുകാരും നീളക്കുപ്പായക്കാരൊക്കെ വിട്ടുപോയാലും എത്ര കോട്ടുകാർ പോയാലും ഒരു കോട്ടം പോലും തട്ടാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോകും. അത് അള്ളാഹുവിന്റെ സഹായം സമസ്തക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ആൾക്കും, സമസ്തയെ എതിർക്കുന്നവർക്ക് പോലും സംശയമില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. മർക്കസിലെ വ്യാജമുടിയായത് വിഷയമുണ്ട്, അത് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് നമുക്ക് നമ്മുടെ ചരണമുദ്ര ആരംഭിക്കാം. എന്റെ ശബ്ദം കേൾക്കാലോ അല്ലേ? എന്റെ ശബ്ദം കേൾക്കാലോ? നമ്മൾ കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇസ്ലാമിക വെളിച്ചം വിതറുന്ന വിഷയത്തിൽ നമ്മുടെ വീടുകളിലും നമ്മുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ പ്രഭ ചൊരിഞ്ഞ പണ്ഡിത കേസരികളായിട്ടുള്ള ആത്മീയ പ്രഭുക്കളെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. ഈ യാത്രയിൽ നമ്മൾ ഓരോരുത്തരെ പരിചയപ്പെടുന്ന ഒരു വേദി, മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പരിചയപ്പെടുകയാണ്. ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട മഹാപണ്ഡിത പ്രതിഭ ആരായിരുന്നു എന്ന് ഓർക്കുന്നവരുണ്ടോ? നമ്മളിത് പഠിച്ചിങ്ങനെ പോയിട്ട് കാര്യമല്ലോ, കേൾക്കുകയാണെങ്കിൽ. ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട ആരെങ്കിലും ഓർക്കുന്നവരുണ്ടോ? നമുക്കതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഈ പറഞ്ഞു പോകുന്നു. യെസ്, ബഹുമാനപ്പെട്ട താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ പ്രഥമ പ്രിൻസിപ്പാളായിരുന്ന ബഹുമാനപ്പെട്ട താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാരെയാണ്, ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളെയാണ് നമ്മൾ ഓർത്തത്. ഇന്ന് നമ്മൾ ഓർക്കുന്നത് വളരെ പുരാതന നമ്മുടെ ഈ മഖ്ദൂമി പാരമ്പര്യത്തിന്റെ കാലഘട്ടത്തിൽ തൊട്ടുചേർന്ന് ജീവിച്ചു പോയ ഒരു പണ്ഡിത പ്രതിഭയെ കുറിച്ചാണ്. വേരിയേഷൻ വരുന്ന ഞാൻ മൈക്കൊന്ന് അങ്ങോട്ട് കൊണ്ട് മാറ്റിയതാണ്. അബു സവാദ് ബാനർ സമ്പത്ത് ജമാഅത്ത് എന്റെ വെബ്സൈറ്റിനെ കളിയാക്കിയതാണ്. ആരോ തോട്ടുണ്ട്, ഷാജി ഒരാള് ഒരു PM ഒരു ഇത് തന്നു, വിസ്പർ തന്നാട്ടോ, സോറി. ഓക്കെ, ഏതായിരുന്നാലും ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഉസ്താദ്
ഞമനക്കാട് ഏനിക്കുട്ടി മുസ്ലിയാർ നമ്മൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ആബിദ് തങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഏതാണ്ട് ആ പ്രദേശത്ത് ചാവക്കാട് ആ ഭാഗത്തേക്കായതുകൊണ്ട്. ഞമനക്കാട് ഏനിക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിത കേസരി നമ്മുടെ കേരളത്തിൽ ജീവിച്ചു പോയിരുന്നു. അതുല്യ പ്രഭാവനായിരുന്നു, സാഹിത്യകാരനായിരുന്നു, സൂഫിയായിരുന്നു. അതിനൊക്കപ്പുറം ഈ ഒരു സാഹിദായിട്ടുള്ള ജീവിതത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ഏനിക്കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. എത്ര പ്രയാസങ്ങൾ സഹിച്ചായാലും അത് പഠിച്ചെടുക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി സ്ഥിരമായി ഉണ്ടായിരുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ദീനീ വിജ്ഞാനവും മറ്റു ജ്ഞാനങ്ങളുമൊക്കെ കരഗതമാക്കാൻ വളരെ ഉത്സാഹം കാണിച്ചിരുന്നു എന്ന് സ്വദേശപരമായ പ്രദേശവാസികളൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പല രാത്രികളും പഠനത്തിന് വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ബഹുമാനപ്പെട്ട ഉസ്താദിനുണ്ടായിരുന്നുവത്രേ. പല ആളുകളും പഠിച്ച് പാഠമാക്കേണ്ട ഒരു വിഷയം, ഒരുപക്ഷെ നമുക്ക് അത്ഭുതപ്പെടാവുന്ന ഒരു വിഷയം, ഉസ്താദ് ഓരോ വിഷയവും 40 പ്രാവശ്യം മുറ തെറ്റാതെ വായിച്ച് പഠിക്കുമായിരുന്നു എന്നതാണ്. 40 പ്രാവശ്യം ഓരോ വിഷയവും അത് മുറ തെറ്റാതെ വായിച്ച് പഠിച്ച് അതിന്റെ സംശയം പൂർണ്ണമായും ദൂരീകരിക്കുക. അല്ലെ, നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ. 40 പ്രാവശ്യമൊക്കെ ഒരു വിഷയം ഓരോ ദിവസം വായിച്ച് പഠിക്കുക, അത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു അതുകൊണ്ട് തന്നെ അത്യാധികം സൂക്ഷ്മത പുലർത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് പറയപ്പെടും. അക്കാലഘട്ടത്തിലെ സഹപാഠികളെയും സമകാലികരായിട്ടുള്ള മറ്റു പണ്ഡിതന്മാരെയൊക്കെ വെല്ലുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഞമനേക്കാട് ഏനിക്കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. ഹിജ്റ 1271 ഞമനേക്കാട് പീഡിയക്കൽ വീട്ടിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജനനം. വളരെ മതഭക്തനും ഉന്നത വ്യക്തിത്വത്തിന്റെയൊക്കെ ഉടമയായിരുന്ന ബഹുമാനപ്പെട്ട പീഡിയക്കൽ മൊഹീദ്ദീൻ എന്നവരായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ പിതാവ്. ഉസ്താദിന്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നടക്കുന്നത് സ്വന്തം നാട്ടിൽ തന്നെ ഞമനേക്കാട് പുളത്തറക്കൽ ഹൈദ്രോസ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനിൽ നിന്നായിരുന്നു. അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ? അല്ല, ഞാനത് ഇതാണ് ഒരു വൈറസ് മെസ്സേജ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ കരുതി പറ്റ പുറത്തു പോയോ എന്ന്. അതാണ് ചോദിച്ച. ബഹുമാനപ്പെട്ടവര് അതിനുശേഷം പിന്നെ അവിടെ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസങ്ങളൊക്കെ അധ്യക്ഷമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അഭ്യസിച്ചത് ഞമനേക്കാട് സ്വദേശിയായിട്ടുള്ള ഉസ്താദിന്റെ സ്വന്തം നാട്ടുകാരനായിട്ടുള്ള പൂളത്തറക്കൽ ഹൈദ്രോസ് മുസ്ലിയാർ എന്ന ഒരു പ്രതിഭയിൽ നിന്നായിരുന്നു. ഹിജ്റ 1331 റിയാദിനായ യരമംഗലം, അവിടെ അടുത്ത പ്രദേശം തന്നെയാണ്, നമ്മൾ പുത്തമ്പള്ളിക്ക് പോകുമ്പോൾ കാണുന്ന ഒരു സ്ഥലമാണ് യരമംഗലം ചിയാമു മുസ്ലിയാർ എന്ന പേരിൽ പ്രസിദ്ധനായ മൗലവി ഹിഷാം ബഹുമാനപ്പെട്ടവരുടെ ഖബറുള്ളത് യരമംഗലത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്ര കൊള്ളുന്നത്. മൗലവി ഹിഷാം എന്ന പ്രസിദ്ധത്തെ ബഹുമാനപ്പെട്ട അദ്ദേഹം എന്ന യരമംഗലം ചിയാമു മുസ്ലിയാർ മഹാനവറുകൾ ഹിജ്റ 1331 ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ പെരുമ്പടപ്പിനടുത്ത് നുണക്കടവിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന
പെരുമ്പടപ്പ് സൈനുദ്ദീൻ റംലി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ അദ്ദേഹം ബഹുമാനപ്പെട്ടവർ 1309 ഹിജ്റ വർഷം 1309 ഈ ലോകത്തോട് വിട പറഞ്ഞത്. നവ്വറല്ലാഹു മറാഖിദഹും. ഈ മഹാന്മാരിൽ നിന്നൊക്കെ വിജ്ഞാനം നേടി വിവിധ ഫന്നുകളിൽ പ്രാവീണ്യം നേടിയ ഒരു വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ഞമനേക്കാട് ഏനിക്കുട്ടി മുസ്ലിയാർ. ബഹുമാനപ്പെട്ടവര് വലിയ കുശാഗ്ര ബുദ്ധിയും അതോടൊപ്പം വിദ്യ നേടിയെടുക്കുന്ന വിഷയത്തിൽ എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും അതിനൊക്കെ യാതൊരു മടിയുമില്ലാതെ മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണല്ലോ ഒരു വിഷയം 40 പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കുക എന്ന ഏറ്റവും ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വിഷയം. അത് ഇന്നാന്നെടുക്കുന്ന ഒരു വിഷയം 40 പ്രാവശ്യം വായിക്കുക നിങ്ങൾ കൂട്ടു. നമ്മൾ പഠിക്കുന്ന ഒരു വിഷയം ഒരു ദർസിൽ ഓതുന്ന വ്യത്യസ്തമായ കിതാബുകൾ 40 തവണ അതൊന്ന് പാരായണം ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കി. അപ്പൊ ഉറങ്ങാൻ ഏതായാലും സമയം ഉണ്ടാവില്ല അല്ലേ? അപ്പോ അത്ര ഏറെ പ്രയാസങ്ങൾ സഹിക്കാൻ യാതൊരു മടിയും ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വിജ്ഞാനി ഏനിക്കുട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉപരിപഠനത്തിന് പോകുന്നത് പൊന്നാനി ജുമാഅത്ത് പള്ളിയിലേക്കാണ്. അവിടെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമുൽ അഖീർ, സൈനുദ്ദീൻ മഖ്ദൂം കബീർ ഉണ്ട്, സഗീർ ഉണ്ട്, അഖീർ ഉണ്ട്. മലബാറിലെ ഇബ്നു ഖല്ലിഖാൻ എന്ന പേരിലായിരുന്നു ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം അഖീർ അറിയപ്പെട്ടിരുന്നത്. ബഹുമാനപ്പെട്ടവർ ഹിജ്റ 1305 ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. നവ്വറല്ലാഹു മർഖദ. പ്രധാന ഗുരു പൊന്നാനി ചെന്നപ്പോ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം അഖീർ ആയിരുന്നു റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ തന്നെ ഉന്നത ശീർഷരായ മഹാപണ്ഡിതന്മാരുടെ നിന്ന് വിദ്യ നേടാനും വിജ്ഞാനത്തിന്റെ വിവിധ മേഖലകളും കരഗതമാക്കാനൊക്കെ ഏനിക്കുട്ടി ഉസ്താദ് വളരെയേറെ ശ്രമിച്ചതിന്റെ ഫലമായി അദ്ദേഹത്തിന് അതൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു ആധ്യാത്മിക ജ്ഞാനി എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ശരി. ഉസ്താദ് എല്ലാ ഫന്നുകളിലും മികച്ചു നിൽക്കുമായിരുന്നെങ്കിലും, എന്റെ ശബ്ദം കേൾക്കാനല്ലേ, എല്ലാ ഫന്നുകളിലും മികച്ചു നിൽക്കുമായിരുന്നുവെങ്കിലും ഉസ്താദിന് ഏറ്റവും പ്രിയപ്പെട്ട ഫന്ന് തസവുഫും ഫിഖ്ഹുമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഏറ്റവും ഇഷ്ട വിഷയങ്ങൾ ചരിത്രമായാലും ഹദീസായാലും തഫ്സീറായാലും ഒക്കെ വളരെ നൈപുണ്യമുള്ള വിഷയം, അതിലൊക്കെ നൈപുണ്യം നേടിയിരുന്നെങ്കിലും തസവുഫ്, കർമ്മശാസ്ത്രം, ഈ രണ്ട് സൂഫിസം, ഈ രണ്ട് വിഷയങ്ങളിലും ബഹുമാനപ്പെട്ട ആധ്യാത്മിക ഇതിലൊക്കെ വളരെ താല്പര്യമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. പഴയകാലത്തെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ ഹജ്ജ് കർമ്മത്തിന് ഭാഗ്യം ലഭിച്ച ഉസ്താദ് കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഞമനേക്കാട് ഏനിക്കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. അങ്ങനെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് പരിശുദ്ധ മക്കയിലെ പുണ്യഭൂമിയിലെത്തിയപ്പോ അവിടെ ചെന്നുകൊണ്ടും ഈ വിജ്ഞാനത്തിന്റെ വലിയ വലിയ അഹ്ലുകാരുമായി ബന്ധപ്പെടാനും അവരൊക്കെ പരിചയപ്പെടാനും അവരുടെ പ്രമുഖരായ പല പണ്ഡിതന്മാരുടെയും ശിക്ഷത്വം സ്വീകരിക്കാനും ബഹുമാനപ്പെട്ട ഉസ്താദ് വിസ്മരിച്ചില്ല. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ഉസ്താദ് പിന്നെ തെർബിയത്തിന്റെ ജീവിതത്തിലേക്ക്, ഈ ആത്മീയ തെർബിയത്തിലേക്ക് കടന്നു പോകുകയായിരുന്നു. പിന്നെ അതിന്റെ അതോടൊപ്പം വിജ്ഞാന പ്രചരണത്തിലും ബഹുമാനപ്പെട്ട ഉസ്താദ് ചെലവഴിച്ചു. രണ്ട് മേഖലയിലും ബഹുമാനപ്പെട്ട ഉസ്താദ് നിരന്തരമായി അങ്ങോട്ട് മുഴുകിച്ചേർന്നു എന്നാണ് നമ്മുടെ ചരിത്രം പറയുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഞമനേക്കാട് ജുമാഅത്ത് പള്ളിയിലും പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിലും ബഹുമാനപ്പെട്ട ഉസ്താദ് തന്റെ ജീവിത കാലഘട്ടത്തിൽ ദർസ് നടത്തിയിട്ടുണ്ട്. പൊന്നാനി വലിയ പള്ളിയിൽ അക്കാലഘട്ടത്ത് ഏതാണ്ട് ഉസ്താദിന്റെ കാലഘട്ടത്ത് ദർസ് നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഏറ്റവും മഹത്തമായ കാര്യമാണ്, ഏറ്റവും വലിയ കാര്യമാണ്. ആ കാലഘട്ടത്തിൽ ദർസിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. പൊന്നാനി പള്ളിയിൽ ആ കാലഘട്ടത്തിൽ അല്ലേ, മലബാറിന് മക്കയായി അറിയപ്പെടുന്ന പൊന്നാനി പള്ളിയിൽ നമ്മുടെ ഒരു ദർസ് ആ കാലഘട്ടത്തിൽ നടത്താൻ അവസരം കിട്ടുക എന്ന് പറയുമ്പോൾ അന്നത്തെ ഉസ്താദിന്റെ ദീനി വിജ്ഞാനത്തിലെ അവഗാഹമാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ അവിടെ ദർസ് നടത്തി നിരവധി ശിക്ഷഗണങ്ങളെയും അവിടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന് വാർത്തെടുക്കാൻ സാധിച്ചു എന്നാണ്.
ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു ജീവിത ചരിത്രത്തിൽ പ്രത്യേകപ്പെട്ട ഒരു വിഷയം, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വേഷവിധാനത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ അതിനാണ് അത് പറഞ്ഞത്, എല്ലാ ഓരോ ആളുകൾക്കും ശത്രുക്കളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത്. ആകർഷകമായ ഒരു വസ്ത്രം ധരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് നെറ്റി മൂടുന്ന തരത്തിലായിരുന്നു ഉസ്താദ് തൊപ്പിയും തലപ്പാവും ധരിക്കുക. ബഹുമാനപ്പെട്ട ഞമനേക്കാട് ഏനിക്കുട്ടി ഉസ്താദ്, ഞമനേക്കാട് ഏനിക്കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളെ കുറിച്ചാണ് പറയുന്നത്. ഉസ്താദ് ആ കാലഘട്ടത്തില് തൊപ്പി തലപ്പാവും ധരിക്കുക, നെറ്റി മറച്ചുകൊണ്ടായിരുന്നു. കേൾക്കാലല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല നിങ്ങള്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ. അപ്പൊ ഉസ്താദ് എപ്പോഴും എന്ത് ചെയ്യുക, നെറ്റി മറച്ചുകൊണ്ടാണ് മറ്റേ തൊപ്പിയും തലയും കെട്ടും. മിക്ക സമയങ്ങളിലും അങ്ങനെ തന്നെയാണ് പല ആളുകളും ഉസ്താദിനെ കാണാം. ഇത് ഉസ്താദിനെ വളരെയേറെ പരിഹാസങ്ങൾ, പല ആളുകളും പരിഹസിക്കലും കളിയാക്കാനും കാരണമായി. പക്ഷേ അതൊരു സ്വഭാവമാണല്ലോ. തങ്ങളുടെ തെറ്റ് കാണാതെ വലിയ വലിയ ആളുകളുടെ തെറ്റ് കണ്ട് തങ്ങളുടെ തെറ്റുകളെ ചെറുതായി കാണുന്ന ഒരു ചെറുതായി കണ്ട് ആത്മസംതൃപ്തി അടയുക, അതൊക്കെ നമ്മളെ വലിയൊരിതാണല്ലോ. ഉസ്താദ്മാരെ മക്കളാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മക്കൾ കേടുന്നാലും വേണ്ടില്ല എന്നുള്ള തീരുമാനം ഇപ്പൊ നമുക്കൊക്കെ ഉള്ളതാണല്ലോ അങ്ങനെ ഒരു സ്വഭാവം. ഉസ്താദ്മാരെ മക്കളാണ്, അവനാന്റെ മക്കളെ കുറിച്ച് ചിന്തിക്കാതെ മറ്റോരെ മക്കൾ കേടുന്നത് അതൊരു അതിലുണ്ടൊരു ചെറിയ ആത്മീയ സുഖം, ഒരു ചെറിയ മനസ്സംതൃപ്തി, അതടയുന്നവരാണ് നമ്മളൊക്കെ. അപ്പോ ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാർ എക്കാലത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ പുണ്യാത്മാക്കളെ കളിയാക്കുന്ന പരിഹസിക്കുന്ന ആളുകളുടെ കൂട്ടത്തില് ഇത്തരക്കാര് ബഹുമാനപ്പെട്ട ഏനിക്കുട്ടി ഉസ്താദിനെയും മുട്ടിയിലാണ്. കാരണം ഉസ്താദിന്റെ ഈ തൊപ്പിധാരണ, ഈ തെറ്റി മറച്ചുകൊണ്ടുള്ള ഈ വസ്ത്രധാരണയിൽ പലതും കിംവദന്തികളും പരഞ്ഞു വരുത്താൻ തുടങ്ങി. അസുഖാലുക്കളായ വിരോധികളായ പല ആളുകളും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഈ തൊപ്പിധാരണയെക്കുറിച്ച് വിമർശിച്ച് വളരെ ക്രൂരമായ രീതിയിലൊക്കെ എന്തൊക്കെയോ ദുഷ്പ്രചരണങ്ങളൊക്കെ ഈ വിഷയത്തിൽ നടത്തുകയൊക്കെ ചെയ്ത്, പക്ഷെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഫൈറുൽ അനിൽ ജാഹിലി എന്ന് പറഞ്ഞാൽ ഈ വിവരം കെട്ടവരോടൊന്നും പറയാനൊന്നും പോലും ഉസ്താദിന്റെ ജീവിത ശൈലിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഇതിലൊന്നും ഒരു മാറ്റം കാണാതെ വന്നപ്പോ ഈ സൗമ്യനും വിശാല മനസ്കനുമായപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരിക്കലും അവരോട് സംസാരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോ ഇവരിൽ മഖ്ദൂം തങ്ങളോട് ചെന്നുകൊണ്ട്, ഞാൻ പറയുന്നത് കേൾക്കാനല്ലേ, ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളോട്, അന്നത്തെ മഖ്ദൂം പരമ്പരയിൽ അന്നത്തെ ഉസ്താദിനോട് പോയിട്ട് പറഞ്ഞു, എന്ത്, ഇങ്ങനെ ഏനിക്കുട്ടിക്ക് ഏനിക്കുട്ടി ഉസ്താദിന് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോ ജനങ്ങളുടെ ഒരു കാര്യസ്ഥിതി കിടക്കുന്ന ഇതും ഒരു വലിയ വിഷയമാണ്. ഇതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ട വിഷയങ്ങളുണ്ട്. ഇങ്ങനെ ഒരു സമൂഹത്തിലെ ജനത വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് വന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങള്, ഇപ്പൊ ഏനിക്കുട്ടി ഉസ്താദിനെ അറിയായിട്ടല്ല, മഖ്ദൂം തങ്ങൾക്ക് മനസ്സിലാകട്ടെ, പക്ഷെ തങ്ങൾ ഈ വിഷയത്തിന്റെ പരിഹാര മാർഗം എന്നുള്ളവർക്ക് മഹാപുരുഷനായ ബഹുമാനപ്പെട്ട ഉസ്താദിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. മഖ്ദൂം തങ്ങൾ ഏനിക്കുട്ടി ഉസ്താദിനെ വിളിച്ചുകാണ്ട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് മഖ്ദൂം തങ്ങൾ ചോദിച്ചു, ഇങ്ങനെ ഒരു ശിക്കായത്ത് നിന്നെ കുറിച്ചുണ്ടല്ലോ, എന്താണ് നിന്റെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട് പറഞ്ഞത്, എന്റെ ശരീരത്തിലെ ഞാൻ ഏറ്റവും വിശിഷ്ടമായി കരുതുന്ന വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് എന്റെ നെറ്റിത്തടം. സുജൂദിന്റെ ഇടമാണ്, അള്ളാഹുവുമായി ഏറ്റവും അടുത്ത സുജൂദിന്റെ ഇടമാണ്, അതിനെ ഞാൻ ഏറ്റവും പവിത്രമായി കാണുന്നുണ്ട് ഉസ്താദ്. അതുകൊണ്ട് ആ സുജൂദിന്റെ ഇടമായ എന്റെ നെറ്റിത്തടം അത് തുറന്നിടാനും ധിക്കാരികൾക്കും ദുരാചാരികൾക്കൊക്കെ അവിശ്വാസികൾക്കൊന്ന് കാണിച്ചു കൊടുത്ത് അവരുടെ മുന്നിൽ ഇത് പ്രകടിപ്പിച്ച് നടക്കാനും ഞാനൊട്ടും ആഗ്രഹിക്കുന്നില്ല. മനസ്സിലാക്കണം. വളരെ ചിന്തിക്കേണ്ട ഒരു മറുപടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നൽകിയത്. ധിക്കാരികളും അതുപോലെ കുഫാരികളൊക്കെ ആയിട്ടുള്ള ദൈവനിഷേധികളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ ഞങ്ങൾ ഇതുവരെ പക്ഷേ ഈ ഒരു ചരിത്ര വസ്തുതകൾ കേട്ടൊക്കെ നിങ്ങൾക്ക് പല ആളുകൾ കേട്ടിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട ഉസ്താദ് ആ നെറ്റിത്തടം മറച്ചു നടക്കുന്നതിന്റെ രഹസ്യത
ഇങ്ങനെ പരാജയപ്പെട്ട പല ആളുകൾ ഉസ്താദിനെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വലിയ കഴിവുണ്ടായിരുന്നു, വലിയ കഴിവ്, എല്ലാ വിഷയങ്ങളിലും വലിയ പ്രാവീണ്യം, ഭാഷയിലൊക്കെ വലിയ കഴിവായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്. ഇങ്ങനെ ഒരു ഉസ്താദിനെ കൊടുക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ പല ആളുകളും നടത്തി. ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഞാൻ ഒരു ഇതിലെ നല്ല കഴിവുള്ള ഈടുറ്റ പല മഹാപണ്ഡിതന്മാരാണെങ്കിൽ പോലും, നല്ല കഴിവുണ്ടെങ്കിൽ പോലും നബാത്തിയ കുത്തുബ പരിപൂർണമായി പാരായണം ചെയ്യാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നെന്ന് പറഞ്ഞേക്കാം. കാരണം ഇബ്നു നബാത്തിൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ വന്നുകൊണ്ട് കൊടുത്തൊരു ചരിത്രം അൽ ബിദായ വന്നിഹായ പോലത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. രണ്ട് ഉസ്താദ്മാരൊക്കെ ആണെങ്കിൽ അതിന്റെ പൂർണ്ണതയിലേക്ക് അൽ ബിദായ വന്നിഹായിൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള മഹാ താരീഖിന്റെ പണ്ഡിതന്മാരൊക്കെ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നബാത്തിയ ഖുത്ബക്ക് അങ്ങനെ ഒരു മഹത്വമുണ്ട്. അപ്പൊ നബാത്തിയ ഖുത്ബ മാറി ഓതിയാൽ പോലും, ഇനി അല്ല ഉസ്താദ് ഉണ്ടാക്കി ഓതിയാൽ പോലും ആക്ഷേപത്തിന് വിധേയമാക്കാൻ കഴിയും എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. അങ്ങനെ അത്ര രൂഢമൂലമായൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ. ഇപ്പൊ ഇന്നല്ല ഇപ്പൊ അത് നോക്കി ഓതുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നെ മതിപ്പ് പുരോഗമിച്ചു പോയപ്പോഴേ നമുക്ക് തോന്നിയ ചെറിയ തോന്നലാണ് ചില ആളുകൾക്ക്. ഇപ്പൊ അറബിയിലാണെങ്കിൽ ഉണ്ടാക്കി ഓതിയ തിരക്കടില്ല എന്നുള്ളൊരു തോന്നലൊക്കെ എത്തിയെടുത്തിട്ടുണ്ട്. പക്ഷെ പഴമയുടെ മാധുര്യം അതൊട്ടും വിട്ടുപോകുന്നില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഉസ്താദിനെ ഒന്ന് വീണ്ടും ഇതിൽ പരാജയപ്പെട്ട ശത്രുക്കൾക്ക് ഉസ്താദിനോട് ഒന്നും കൂടി ദേഷ്യം കൂടിയപ്പോൾ വേറെ പണി ഒപ്പിച്ചോരെന്നാ പറഞ്ഞു. വെള്ളിയാഴ്ച ഖുതുബ ഓതാൻ നടക്കുമ്പോൾ ഖുതുബയുടെ കിതാബുൽ ഖുതുബയിൽ നിന്ന്, ഖുതുബന്റെ ഏടിൽ നിന്ന് എന്ത് ചെയ്തെടുത്തു, ഒരു പേജ് മോഷ്ടിച്ചുകൊണ്ടുപോയി. വെള്ളിയാഴ്ച മിമ്പർമേൽ ഖുതുബ വെച്ചപ്പോ അതിൽ നിന്ന് വലിയ എന്ത് ചെയ്തു, ഒരു ഏട് വെല്ലം മാറ്റി. അപ്പൊ എന്താ പോലെ കരുതിയത്, ഉസ്താദ് ഏതായിരുന്നാലും ഇവിടെ എത്തുമ്പോൾ തരും. ഇനി അഥവാ ഇനി ഉണ്ടാക്കി ഓതുകയാണെങ്കിൽ തന്നെ നല്ല അറബിയിൽ പ്രസംഗിച്ച് ഖുതുബ നിർവഹിച്ചാൽ തന്നെ നമുക്ക് ആക്ഷേപിക്കാൻ വകുപ്പുണ്ട് എന്നൊരു പ്രതീക്ഷയിലായിരുന്നു അവിടെ. അങ്ങനെ ഉസ്താദ് പണ്ടല്ല, ബഹുമാനപ്പെട്ട ഉസ്താദല്ലേ, ഉസ്താദ് നല്ല കഴിവുള്ള ഉസ്താദ്, ഒന്നും സംഭവിക്കാത്ത ഒരു മട്ടില് ഖുതുബ അങ്ങനെ തുടരാൻ തുടങ്ങി. അപ്പോ ഇതെടുത്തു വെച്ച ആളുകൾക്ക് വലിയ വിഷമത എന്തായി, കാരണം പോലും പരാജയപ്പെടുകയാണല്ലോ. അപ്പൊ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അല്ലാഹുമ്മ ലാ തശ്ബിഹ് ഹൽഖന എന്ന് പറഞ്ഞു. ഹൽഖന എന്നുള്ളതിനെ ഹൽഖന എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇതിനു വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ച ആള് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഹൽഖന എന്നല്ല, ഹൽഖന എന്നാണ്, സൃഷ്ടിപ്പാണ്, തൊണ്ട എന്നുള്ള ഹൽക്കല്ല എന്ന് പറഞ്ഞു അവിടുന്ന് വിളിച്ചു പറഞ്ഞതാ. അപ്പൊ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇതൊട്ടും ശ്രദ്ധിച്ചില്ല, ഇതേ നിലയിൽ തുടർന്നു. അല്ലാഹുമ്മ ലാ തശ്ബിഹ് ഹൽഖന എന്ന് പറയുന്ന, ഞങ്ങളുടെ വികൃതമാക്കരുത് എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ. അപ്പൊ ഈ പ്രാർത്ഥന, ഈ വികൃതമാക്കല്ല എന്ന് പറയുന്ന ഈ പ്രാർത്ഥനയാണ് മാറ്റി വെച്ചത്. അപ്പൊ സാധാരണക്കാരായ ഈ ആളുകൾക്ക് ഇതും വലിയൊരു വിഷയം. കാരണം അവരെന്നും കേട്ടിരുന്ന ഖുതുബയിൽ നിന്ന് മാറ്റിയ മറ്റൊരു പദവും അവിടെ തിരുത്തി കൊടുത്തിട്ടും തിരുത്താത്ത ഉസ്താദിന്റെ ധിക്കാരമൊക്കെയാണ് ഓല് പറയുന്നത്. അങ്ങനെ ചർച്ചയായി. പ്രശ്നം വീണ്ടും ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളുടെ സന്നിധിയിലെത്തി. മഖ്ദൂം തങ്ങളുടെ സന്നിധിയിലെത്തിയപ്പോ ബഹുമാനപ്പെട്ടവരും മഖ്ദൂം തങ്ങൾ വീണ്ടും ഉസ്താദിനെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, തത്സമയം ഞാൻ എന്റെ ശരീരത്തിലെ പ്രധാന ഒരു അവയവമായിട്ടുള്ള എന്റെ കണ്ടം, അതായത് എന്റെ തൊണ്ടയാണ് ഞാൻ ശരീരമാസകലം, ആ തൊണ്ടയെ ഞാൻ ശരീരമാസകലമായിട്ടാണ് ഉദ്ദേശിച്ചത്. ഹൽക്ക് എന്ന് പറയുന്ന സമയത്ത് ഉച്ചരിക്കുമ്പോഴും സാഹിത്യത്തിലെ ആലങ്കാരിക ഭാഷയിൽ അനുവദിക്കപ്പെട്ട വിഷയമാണല്ലോ എന്ന് വിശദീകരിച്ചുകൊണ്ട് ഉസ്താദ് വിശദീകരിച്ചു കൊടുത്തപ്പോ ഈ കാര്യം ഇങ്ങനെയാണ് ഞാൻ കരുതിയതെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ വലൈക്കും അസ്സലാം, മറ്റുള്ളവരൊക്കെ പ്രതികളൊക്കെ ഇളിമ്പരായ ഒരവസ്ഥ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ചരിത്രത്തിലുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് ധാരാളം അത്ഭുതങ്ങൾ കാഴ്ചവെച്ച ഒരു പ്രതിഭാശാലിയായിരുന്നു എന്ന് പറയേണ്ടതില്ല. അതിവിശിഷ്ടമായ ഒരു സാഹിത്യ ശൈലിയുടെ ഉടമ കൂടിയായിരുന്നു എന്നതാണ് ഈ ഖുതുബയിൽ പോലും ബഹുമാനപ്പെട്ട ഉസ്താദ് പതറാതെ പോയത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉസ്താദിന്റെ ഗദ്യമായിട്ടും പദ്യമായിട്ടൊക്കെ പല രചനകളും ഉണ്ടായിട്ടുണ്ട്. ധാരാളം അറബി സാഹിത്യത്തിന് നല്ല സംഭാവനകൾ നൽകിയ കേരളീയ പണ്ഡിതന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഏനിക്കുട്ടി മുസ്ലിയാർ. യമനേക്കാട്
ഏനിക്കുട്ടി ഉസ്താദ്. അദ്ദേഹം അവയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രചനകൾ നടന്നത്, ഒന്ന് ഈ പെരിങ്ങത്തൂരിനടുത്ത മോന്താൽ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മഹാപണ്ഡിതനുണ്ട്, കൊങ്ങണം വീട്ടിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അദ്ദേഹം ചാവക്കാട് സ്വദേശിയാണ്. നവറല്ലാഹു മർക്കദ. മഹാനവറുകളെ കുറിച്ച് അദ്ദേഹം ഫതഹുൽ മന്നാൻ ഫി മനാഖിബി ഷെയ്ഖ് അബ്ദുറഹ്മാൻ എന്ന ഒരു മൗലിദ് ബഹുമാനപ്പെട്ടവർ രചിച്ചു. വെച്ചത് അവർ അത് പിൻകാലത്താണെങ്കിൽ അതിന്റെ കാര്യമൊക്കെ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല വാഫിസ്താദെ. അപ്പൊ ഈ പെരിങ്ങത്തൂരിനടുത്ത് മോന്താൽ എന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ചാവക്കാട് സ്വദേശിയായിരുന്ന കൊങ്ങണം വീട്ടിൽ അബ്ദുറഹ്മാൻ ഷെയ്ഖ് എന്ന് പറയുന്ന മഹാപണ്ഡിതനെ കുറിച്ച്, ആ മഹാഷെയ്ഖിനെ കുറിച്ച്, ഒരു വലിയ സൂഫി പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ടവര്, മഹാനവറുകളെ കുറിച്ച് ഒരു മൗലിദ് ഫതഹുൽ മന്നാൻ ഫി മനാഖിബി ഷെയ്ഖ് അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന പേരുടെ പേരിൽ ഒരു മദ്ഹബ്, അതുപോലെ തന്നെ മാഹി കല്ലാപ്പള്ളി എന്ന സ്ഥലത്ത് മറയപ്പെട്ട് കിടക്കുന്ന ഷെയ്ഖ് മീ അലവി തങ്ങളെ കുറിച്ച് രചിച്ച ഒരു മൗലിദ്, അതുപോലെ ഖസീദത്ത് ഖിസ്മുൽ അഖ്സാം എന്ന് പറയുന്ന അത് ഒരു ഗ്രന്ഥം, അതുപോലെ റാത്തിബത്ത് ഷിക്കായത്ത് ഷഅലൂക്ക് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ഈ അടങ്ങിയ വേറെയും ധാരാളം ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് കേരളക്കരക്ക് അറബി സാഹിത്യത്തിനും സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഉസ്താദിന്റെ കുടുംബം ചെറിയ തോതിലൊന്ന് നമുക്ക് പരിചയപ്പെടാം. 2 ഭാര്യമാരുണ്ടായിരുന്നു. 2 ഭാര്യമാരിലായിട്ട് ഒരു പെൺകുട്ടിയടക്കം 3 സന്താനങ്ങളാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനുണ്ടായിരുന്നത്. 2 ഭാര്യമാരിലായിട്ട് ഒരു പെൺകുട്ടിയടക്കം 3. അതിൽ മൂത്ത പുത്രൻ ബാവ മുസ്ലിയാർ വെളിയങ്കോടിനടുത്ത് ചീർപ്പ് എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം, അതിന്റെ പരമ്പര, ആ കുടുംബത്തിലുള്ള ആളുകൾ ഇന്നും അവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഹിജറ 1362 ബഹുമാനപ്പെട്ട ബാവ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഏമനക്കാട് ഏനിക്കുട്ടി മുസ്ലിയാരുടെ മൂത്ത പുത്രൻ ബാവ മുസ്ലിയാർ നിര്യാതനായത്. 2ാമത്തെ പുത്രൻ ഞമനേക്കാട് ഉസ്താദിന്റെ നാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹം ഹിജറ 1352, അതായത് ബഹുമാനപ്പെട്ടവർ അവിടെയാണ് താമസിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് മരിക്കുന്നത് ഹിജറ 1352, അതായത് 1933 ബഹുമാനപ്പെട്ട ഏനിക്കുട്ടി ഉസ്താദ് നവറുല്ലാഹു മർക്കദ മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. മാതാപിതാക്കള് ബഹുമാനപ്പെട്ടവർക്ക് നൽകിയിരുന്ന പേര് സൈനുദ്ദീൻ എന്നായിരുന്നെങ്കിലും പിൻകാലത്ത് മുസ്ലിം കൈരളി അദ്ദേഹത്തെ ഏനിക്കുട്ടി മുസ്ലിയാർ എന്ന പേരിലാണ്, ഒരപരനാമത്തിലാണ് അറിയപ്പെട്ടത്. അപ്പൊ ഏനിക്കുട്ടി ഉസ്താദിന്റെ മാതാപിതാക്കൾ നൽകിയ പേര് എന്താണ്? സൈനുദ്ദീൻ എന്നാണ്. പക്ഷെ ബഹുമാനപ്പെട്ടവർ പിൻകാലത്ത് കേരളത്തിൽ അറിയപ്പെട്ടത് ഏനിക്കുട്ടി മുസ്ലിയാർ എന്നാണ്. ബഹുമാനപ്പെട്ടവരുടെ ഖബറുള്ളത് ഞമനേക്കാട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഖബറിടം ആരോ ചോദിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ ഖബറിടം പ്രധാന സിയാറത്ത് കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. അവിടെ സിയാറത്തുകൾ നടന്നു വരുന്ന ഒരു കേന്ദ്രം തന്നെയാണ് അത്. ഈ ഞമനേക്കാട് കുന്നംകുളത്തിനടുത്തല്ലേ? കുന്നംകുളത്തിനടുത്ത് ഈ വടക്കേക്കാട് ബഹുമാനപ്പെട്ട തങ്ങൾ ഒരു പക്ഷേ ഞമനേക്കാടിനെ കുറിച്ച് പറയാൻ ആബിദങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ കഴിയും. വടക്കേക്കാട് അടുത്താണ്. അവിടെ നിന്ന് ഞമനേക്കാട്, അവിടെയാണ് ബഹുമാനപ്പെട്ടവരുടെ ഖബറുള്ളത്. പ്രമുഖ പണ്ഡിതന്മാരായിട്ടുള്ള കല്ലൂർ അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ടവരുടെ അപരാധങ്ങൾ വാഴ്ത്തിക്കൊണ്ട് ഒരു മർസിയത്ത് എഴുതിയിരുന്നു. എന്താണ്? മഫാത്തിഹുൽ ഐൻ എന്ന പേരിലാണ് ഒരു മൗലിദ്. അത് മർസിയത്തല്ല, ഒരു മൗലിദ് തന്നെ രചിച്ചിട്ടുണ്ട്. കൂടാതെ പിന്നെ ഷിക്കായത്ത് സഅലൂക്ക് എന്ന റാത്തിബിനും അദ്ദേഹം വിശദമായ വ്യാഖ്യാനം എഴുതിയ ആളാണ്. ആര്? ഈ ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ, കല്ലൂർ അബൂബക്കർ മുസ്ലിയാർ. അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മർസിയത്തുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്, അലൈക്കും അസ്സലാം, ബഹുമാനപ്പെട്ട ഞമനേക്കാട് ഏനിക്കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ എന്ന ഒരു മഹാപണ്ഡിതനെയാണ് ഇന്നത്തെ ചരണമുദ്രയിൽ നമ്മൾ പരിചയപ്പെടുക. ഇൻഷാ അല്ലാഹ്
അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ നാളെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക കാലഘട്ടത്തിൽ അതിന്റെ ആദ്യ കാലഘട്ടത്തിലെ തുടക്കത്തിലെ കമ്മിറ്റി അംഗങ്ങളെയും അതിലെ ഉപാധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട KM അബ്ദുൽ ഖാദിർ ഫളുഫരി എന്ന ഉസ്താദിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പള്ളിപ്പുറം അബ്ദുൽ ഖാദിർ ഫളുഫരി മഹാനവറുകളെ പരിചയപ്പെടാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മൾ ഇങ്ങനെ ഉസ്താദന്മാരെ കുറിച്ച് ഞമനേക്കാട് ഏനിക്കുട്ടി ഉസ്താദിനെ കുറിച്ച് നമ്മൾ കേട്ടു. ഇതിനു മുമ്പ് നാട്ടിക മൂസ മുസ്ലിയാർ നബറുല്ലാഹു മർക്കദ മഹാനവറുകളെ കുറിച്ച് ബഹുമാനപ്പെട്ട ജാഫർ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. ഉസ്താദിനെയൊക്കെ ഒരു ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് നാട്ടിക ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറ്, ഇല്ല മുഷാവറയിൽ ആ കാലഘട്ടത്തിലേക്ക് വരുമല്ലോ. മുഷാവറയുടെ ഒരു കാലഘട്ടത്തിലേക്ക് അത് വരാൻ സാധ്യതയില്ല അന്നത്തെ കാലത്ത്. കാരണം നമ്മുടെ മുഷാവറയുടെ ഒരു കാലഘട്ടം 1934 വരെ നമ്മുടെ മുഷാവറ അംഗങ്ങൾക്ക് 40-ൽ കൂടുതലുണ്ടായിരുന്നോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ കമ്മിറ്റി കാണുമ്പോൾ, പക്ഷെ 34 രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം നമ്മുടെ അതിന്റെ രേഖകൾ കാണുമ്പോഴൊന്നും പേര് കാണുന്നില്ല. ഇനിയിപ്പോ എവിടെയെങ്കിലും ബഹുമാനപ്പെട്ടവരായിട്ടുണ്ടാകാൻ സാധ്യത കുറവാണ്. കാലഘട്ടം അങ്ങോട്ടാണ്, സമസ്തയുടെ രൂപീകരണത്തിന്റെ ഒക്കെ അങ്ങോട്ടാണ് കാലഘട്ടം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല അവസാന കാലഘട്ടങ്ങളിലൊക്കെ ഈ സൂഫി ഇതിലാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ സമസ്തയുടെ പഴയ കാല ഭാരവാഹിത്വത്തിൽ ഇപ്പൊ ഒരുപാട് സാഹിബുമാരൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ ദീർഘമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഞാൻ വേണമെങ്കിൽ നാളെ നമുക്ക് ഞാനൊരു വലിയൊരു ശൃംഖല തന്നെ വേണമെങ്കിൽ 100ഓളം പേരെ ഞാൻ നിങ്ങൾക്ക് സമസ്ത രജിസ്റ്ററിന് മുമ്പുള്ള അംഗങ്ങളുമാണെങ്കിൽ വായിച്ച് കേൾപ്പിക്കാൻ നമുക്ക് വായിക്കാമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിഷയങ്ങളിലായിട്ട് വെറും പണ്ഡിതന്മാർ ഉസ്താദുമാരെ മാത്രമല്ല സമസ്തയുടെ ചരിത്രവും ഒക്കെ ചരണമുദ്രയിലൂടെ അവസരങ്ങൾക്കൊത്ത് പരിചയപ്പെടാം. നാളെ ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ബഹുമാനപ്പെട്ട യൂസുഫ് മുസ്ലിയാരുടെ വള്ളിപ്പുറം യൂസുഫ് ഫളുഫരിയുടെ മകനായ അബ്ദുൽ ഖാദിർ ഫളുഫരി നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളെ പരിചയപ്പെടാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് കരുതാണ്. എല്ലാവരും തിരിച്ചു വരിക എന്ന സമയത്ത് എത്താൻ വേണ്ടി താല്പര്യമുള്ളവർ ആ സമയത്ത് എത്തുക എന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. കാരണം ഇതൊക്കെ നമുക്കൊക്കെ ഇതൊക്കെ ഒരു ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കൊരു 12 കുറഞ്ഞ സമയം, ഒരു 11 ഒരു അരമണിക്കൂറെ നമുക്ക് ചില ഉസ്താദന്മാരെ കുറിച്ചൊന്നും നമുക്കിപ്പോൾ അരമണിക്കൂർ പോലും പറയാൻ ചിലപ്പോൾ വിഷയങ്ങൾ കിട്ടിക്കൊള്ളുന്നില്ല. കാരണം നമുക്ക് ഉസ്താദിന്റെ ജന്മം തീയതിയൊക്കെയാണ്. പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ അന്വേഷിക്കുമ്പോഴും ചോദിച്ചറിയുമ്പോഴും കിട്ടുന്ന വിഷയങ്ങൾ വായനയിലും ഒരുപാട് ഇതുപോലത്തെ വിഷയങ്ങൾ ഇറങ്ങിയ വായനകളിലൊക്കെ കിട്ടുന്ന ചെറിയ കാര്യങ്ങൾ നമ്മൾ ഉസ്താദ് മനസ്സിലാക്കുക. ചിലപ്പോൾ മറ്റുള്ളൊരു ഉസ്താദിനെ കുറിച്ച് പറയുന്നിടത്ത് ഈ ഉസ്താദിന്റെ ചരിത്രം കടന്നു വന്നിട്ടുണ്ടാവും. വേറൊരു ഉസ്താദിന്റെ ചരിത്രം പറയുമ്പോൾ ഇവിടെ ഒരു ഉസ്താദ് ചരിത്രം കടന്നു വരും. അപ്പൊ അതും ഈ ഉസ്താദിന്റെ ചരിത്രത്തിലേക്ക് കൂട്ടേണ്ടുള്ള ശ്രമങ്ങൾ വരുമ്പോൾ ആ ശ്രമങ്ങൾ നടത്തുമ്പോഴൊക്കെ ഇപ്പൊ പട്ടിക്കാട് കോളേജ് എന്ന് പറയുമ്പോൾ ആ കോളേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ബാപ്പു ഹാജി എന്ന് പറയുന്ന ആ മഹാപ്രതിഭയെ കുറിച്ച്, ആ പണ്ഡിതനായിരുന്നു ബാപ്പുജി. കാരണം ബാപ്പുജി പള്ളി ഉണ്ടാക്കി ആദ്യകാലങ്ങളിലൊക്കെ അവിടെയും ഇവിടെയൊക്കെ ദർസിലോതി അവസാനം ബിസിനസ് ആവശ്യാർത്ഥം ബഹുമാനപ്പെട്ടവരിഞ്ഞ് കറങ്ങാൻ ബഗ്ദാദ് ഒരുപാട് സ്ഥലത്ത്, കറാച്ചി, ലാഹോർ, തമിഴ്നാട് എല്ലായിടത്തും പോയി. അതുകൊണ്ട് തന്നെ ഹിന്ദി, ഉറുദു, തമിഴ്, സിന്ധി, മലയാളം എല്ലാ ഭാഷകളും ബാപ്പുജിക്ക് ഭാഷയായിരുന്നു. ബഹുമാനപ്പെട്ട ബാപ്പുജി നവറുല്ലാഹു മർക്കദ മഹാനവറുകൾക്ക് അള്ളാഹു ആ ദീനിന് അദ്ദേഹം ചെയ്ത, നമ്മുടെ കോളേജിനൊക്കെ വേണ്ടി ചെയ്ത ആ സംഭാവന നൽകിയ ആ സമ്പത്തുകളുടെ എത്രയോ ഇരട്ടി 10 മടങ്ങ് സൗകര്യങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ഒരു ജീവിതത്തിൽ ബഹുമാനപ്പെട്ട ബാപ്പുജി ചെയ്ത സേവനങ്ങൾ ചെറുതല്ലല്ലോ അല്ലേ. 1500 തെങ്ങുകളടങ്ങിയ തെങ്ങുംകോട്ടം, തന്റെ വീട്, തന്റെ പറമ്പ്, തരിശ് ഭൂമി എല്ലാം തന്റെ കുടുംബത്തെ തന്നെ ഒരു സ്ഥാപനത്തിന് കൊടുത്ത ബാപ്പുജി, കറാച്ചി ബാപ്പുജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട ബാപ്പുജി. ആ ബാപ്പുജിന്റെ ജീവചരിത്രം നമുക്ക് അതിന്റെ കൂടെ കടന്നു വരും. ബാപ്പുജി പിന്നെ ഈ ദർസ് ആരംഭിച്ചതിന് ശേഷം അവിടെ നമുക്ക് നാളെ നമുക്ക് ചർച്ച ചെയ്യാറുണ്ട്. കാരണം ആ ദർസ് നാളത്തെ വിഷയത്തിൽ കടന്നു വരും എന്നുള്ളത് കൊണ്ട്
നമുക്ക് ആ ദർസ് നാളെ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അവിടെ ബാപ്പുജി പിന്നെ കിതാബ് ഓതിയനല്ലേ, ഏതൊക്കെ കിതാബുകളാണ് പിന്നെ ഓതിയത് എന്ന് ആ സ്ഥാപിച്ച പള്ളിയിൽ ഉസ്താദ് ഇൻഷാ അല്ലാഹ് എന്താണ് ഉമറായി നമ്പർ 1 ഉമറായി നമ്പർ 1 എന്നൊന്നും പറഞ്ഞു, അതിലൊന്നും പോരാ. ഏതായിരുന്നാലും കാരണം അതിന്റെ ഒക്കെ ഒരു ചരിത്രം ഉണ്ടാണ് കേട്ടോ. ആ പോയി ആദ്യം മറ്റേ ഇത് കൊടുത്തൊക്കെ വലിയ ചരിത്രമുണ്ട്. പലരും പല അവകാശവാദങ്ങളും, ഞങ്ങളാണ് വെള്ളം കൊടുത്തത്, ബാപ്പുജി മരിക്കുമ്പോൾ വെള്ളം കൊടുക്കാൻ ഭാഗ്യമുണ്ടായത് ഞങ്ങളാക്കാണെന്നൊക്കെ പറഞ്ഞ അവകാശവാദങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ വിപരീതമായൊരു ചരിത്രം നിലനിൽക്കുന്നത് കൊണ്ട് ഇന്ന് ബാപ്പു ഹാജി എന്ന് പറഞ്ഞ ആ മനുഷ്യന് വർഷാവർഷം എല്ലാ സമയങ്ങളും സദാസമയത്തും വർഷത്തിൽ എല്ലാ ദിനങ്ങളും ആ പുരുഷൻ സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്മര്യപുരുഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഏതായിരുന്നാലും അള്ളാഹു ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അത് ഈ വിഷയത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം. അള്ളാഹു